ഹർഷൻ റൂമിലെത്തിയതും കണ്ടു സോഫയിൽ ചരിഞ്ഞു കിടക്കുന്നവളെ. എന്തോ വന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും ഇപ്പോൾ അവന് തോന്നുന്നില്ല. ഹർഷൻ റൂമിലേക്ക് വന്നതൊക്കെ അഭി അറിയുന്നുണ്ടെങ്കിലും അവൾ അവനെ നോക്കാനേ പോയില്ല. തന്നെ കണ്ടാൽ വഴക്കു പറഞ്ഞാലോ? ഇല്ലാത്ത കാരണത്തിനും പഴി കേൾക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി അവൾ മിണ്ടാതെ കിടന്നു. അല്പസമയം കൂടി അവൻ അവളെ തന്നെ നോക്കി. ഒരനക്കവുമില്ലാതെ അതേപടി കിടക്കുന്നവളെ കാണുമ്പോൾ അവന് ദേഷ്യവും തോന്നുന്നു. അതേസമയം തൻ്റെ അമ്മയുടെ മാറ്റത്തിന് കാരണം അഭിയാണെന്ന് ഓർക്കുമ്പോൾ ദേഷ്യമെങ്ങോ മറഞ്ഞു പോകുന്നു. താൻ റൂമിലേക്ക് വന്നതൊക്കെ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടെന്ന് ഹർഷന് മനസ്സിലാകുന്നുണ്ട്. എന്താണെങ്കിലും എന്താ, ജീവിതകാലത്തേക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. വന്നിരുന്നു ബന്ധുക്കളൊക്കെ. എങ്ങും തൊടാതെയുള്ള ഹർഷന്റെ സംസാരം കേൾക്കുമ്പോൾ അഭി നെറ്റിച്ചുളിച്ചു. ഇയാൾ എന്തിനെക്കുറിച്ചാ ഈ പറയുന്നത്? സംശയം അവളിൽ ഉളവായി. പക്ഷേ ഒരക്ഷരം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി അവൾ അതേ കിടത്തം കിടന്നു. അമ്മയാണോ മാമയാണോ? എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് അവർ ഓഫീസിലേക്ക് വന്നത്? അതും ഒരു പ്രോപ്പർട്ടി സൈൻ ചെയ്യാൻ. ഷർട്ടിന്റെ ഓരോ ബട്ടൺ അഴിച്ചുകൊണ്ടാണ് അവന്റെ സംസാരം. അപ്പോഴും ചരിഞ്ഞു കിടക്കുന്നവളെ അവൻ പാളി നോക്കുന്നുണ്ട്. അമ്മയും മാമനും. ഒരു വേള അവൻ പറഞ്ഞ വാക്കിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിച്ചു. തന്നെക്കുറിച്ചല്ല സംസാരിക്കുന്നതെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ തൻ്റെ അമ്മ ഒരിക്കലും ഇവിടേക്ക് വരില്ല, അതും പ്രോപ്പർട്ടി സൈൻ ചെയ്യാൻ. വാടക വീടിന് എന്ത് സൈൻ? അവൾക്ക് പുച്ഛമായിരുന്നു ഓരോന്ന് ഓർക്കുമ്പോൾ തോന്നിയത്. തൻ്റെ പേരിലോ തൻ്റെ അമ്മയുടെ പേരിലോ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. തൻ്റെ അമ്മയാണോ സാവിത്രി? അത്രയും പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ലാത്തവളോട് അവൻ ഉറക്കെ ചോദിച്ചു. അതേസമയം അവൻ ചോദിക്കേണ്ട താമസം. തൻ്റെ അമ്മയുടെ പേര് കേട്ടതും അവൾ ചരിഞ്ഞു കിടന്നിടത്തു നിന്ന് വേഗം എഴുന്നേറ്റിരുന്നു. ഒപ്പം പകപ്പോടെ ഹർഷനെ നോക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ പേര് മറന്നിട്ടില്ല അല്ലേ? അവൾ തന്നെ നോക്കിയതും അവൻ അവസാനത്തെ ബട്ടണും അഴിച്ച് ഷർട്ട് ഊരുന്നതിനിടെ പുച്ഛത്തോടെ അവളെ നോക്കി ചോദിച്ചു. എന്നാൽ അവളുടെ നോട്ടം മുഴുവൻ അവൻ്റെ ശരീരത്തിലേക്കായിരുന്നു. ആദ്യമായാണ് ഹർഷനെ ഇങ്ങനെ ഈ രൂപത്തിൽ അവൾ കാണുന്നത്. ഷർട്ട് അഴിച്ച് തൻ്റെ കയ്യിലേക്ക് ഹർഷൻ പിടിച്ചതും അവൾ പെടുന്നതിനെ നോട്ടം മാറ്റി. അവനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ പോലും അവനെ ഓർക്കുന്നില്ല. ഡി! തന്നെ നോക്കാതെ മറ്റെവിടെയൊക്കെയോ മുഖം പായിച്ചിരിക്കുന്നവളെ അവൻ വിളിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ അവൾ വീണ്ടും അവനെ നോക്കി. മുഖം മറ്റൊരു വശത്തേക്ക് നീങ്ങി. നിന്റെ അമ്മയും മാമയും വന്നിരുന്നു ഓഫീസിൽ. ഹർഷൻ പറഞ്ഞതും ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അതേപോലെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. നീയും നിന്റെ വീട്ടുകാരും എന്ത് കരുതി? നിങ്ങളുടെ എന്ത് തോന്നിയാസവും ഈ ഹർഷന്റെ അടുത്ത് നടക്കുമെന്നോ? ഇത് ലാസ്റ്റ്. ഇനി നിന്റെയോ നിന്റെ വീട്ടുകാരുടെയോ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഞാൻ പറയണ്ടല്ലോ, തന്നത് മുഴുവൻ തിരിച്ചു തരേണ്ടി വരും. അത്രയും പറഞ്ഞു അവൻ ഷർട്ട് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു നേരെ വാഷ്റൂമിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും അവൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു അഭിയുടെ മനസ്സ്. എന്തെന്നാൽ അവൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല തൻ്റെ അമ്മ ഇവിടേക്ക് വരുമെന്ന്. മാമ അതിനൊട്ട് സമ്മതിക്കില്ലെന്നും അവൾക്കറിയാം. തൻ്റെ നല്ലതിനു വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കൂ. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അവളിൽ കടന്നു വന്നു. ഹർഷനോട് വ്യക്തമായി ചോദിക്കാം എന്ന് വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിലുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വന്നാലോ? അവളുടെ മനസ്സ് രണ്ട് പാതയിലേക്ക് സഞ്ചരിച്ചു. സത്യമറിയാതെ അവളുടെ മനസ്സ് ഉഴറി. അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി. ഹർഷനോട് നേരിട്ട് ചോദിക്കാൻ തന്നെ. കൂടിപ്പോയാൽ ദേഹോപദ്രവം ചെയ്യും, അത്ര തന്നെ. അല്ലെങ്കിൽ സത്യമറിയാതെ തനിക്കൊരു സമാധാനം ഉണ്ടാകില്ലെന്ന് അഭി ഓർത്തു. ഹർഷൻ വാഷ്റൂമിൽ നിന്ന് വരുന്നതുവരെ കാത്തു നിന്നു പെണ്ണു, സത്യമറിയാനായി. അല്പസമയം കഴിഞ്ഞതും വാഷ്റൂം ഡോർ തുറന്ന് ഹർഷൻ പുറത്തേക്ക് വന്നു. അതേസമയം നേരത്തെ മൈൻഡാക്കാതിരുന്നവൾ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് ഹർഷൻ മനസ്സിലാക്കി. അവനെ കണ്ടതും പരുങ്ങിക്കൊണ്ട് അവൾ ഒരു ഭാഗത്ത് നിന്നു. എന്തായാലും അറിയാനുള്ളത് ചോദിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. അതിൻ്റെ മുന്നൊരുക്കത്തിലാണ് അഭി. ഹർഷൻ നേരെ വന്ന് കബോർഡിൽ നിന്ന് ഒരു ജീൻസ് പാൻറ്റും ടീഷർട്ടും ബെഡിലേക്ക് എടുത്തു വെച്ചു. തന്നെ നോക്കി നിൽക്കുന്ന അഭിയെ അവൻ പാളി നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരുവൾ അവിടെ നിൽക്കുന്നില്ലെന്ന ഭാവത്തോടെയാണ് അവൻ്റെ ഓരോ പ്രവൃത്തിയും. മുടി ചീകിക്കഴിഞ്ഞതും അവൻ ബെഡിൽ വെച്ച ജീൻസും ടീഷർട്ടും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ നിന്നതും അഭി പിറകിൽ നിന്ന് വിളിച്ചു. അച്ചുവേട്ടാ! അഭി സംബോധന ചെയ്തതും ഒരു വേള അവൻ നിന്നിടത്ത് തന്നെ നിന്നുപോയി. അപ്പോഴും അവൻ ഓർക്കുകയായിരുന്നു, ഇവിടെ വന്നു ഈ 7 മാസത്തിനിടെ അവൾ ഒരിക്കൽ പോലും തന്നെ വിളിച്ചിട്ടില്ല. അവളെ വഴക്കു പറയുന്നതല്ലാതെ എതിർത്തൊന്നും പറഞ്ഞിട്ടുമില്ല. ആദ്യമായാണ് അവൾ തന്നെ വിളിക്കുന്നത്, അതും അർജുൻ മാത്രം തന്നെ വിളിക്കുന്ന പേരിൽ. എൻ്റെ ആരും വരില്ല ഓഫീസിൽ. അച്ചേട്ടൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെ ചോദിക്കണമെന്ന് അറിയാതെ അവൾ പതറി.
ഇപ്പോഴും അവൻ തിരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അമ്മ അങ്ങനെയൊന്നും എവിടെയും പോകില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? അച്ചൂട്ടൻ നേരത്തെ പറഞ്ഞയാൾ മാറിപ്പോയതായിരിക്കും. ഉള്ള ധൈര്യം വെച്ച് അവൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. ഇതേ സമയം അവൾ പറയുന്ന ഓരോ വാക്കുകളും അവൻ അക്ഷമനായി കേൾക്കുകയായിരുന്നു. അവൾ പറയുന്നതും താൻ ഇതുവരെ അറിഞ്ഞതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അവളുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവന് സംശയമായി. അതേ സംശയത്തോടെ അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. നിന്റെ അമ്മയുടെ പേര് സാവിത്രി എന്നല്ലേ? ചോദ്യത്തോടെ അവൻ അവളെ നോക്കി. അതിനു മറുപടിയായി അവളൊന്ന് മൂളിയതേയുള്ളൂ. എന്നാൽ ആ സ്ത്രീയും അവരുടെ കൂടെ മാമൻ എന്ന് പറയുന്ന ഒരാളുമാണ് വന്നത്. ഈ മാമൻ എന്ന് പറയുന്ന ആൾ ആരാണ്? വീണ്ടും അവൾക്ക് നേരെ ചോദ്യം ഉന്നയിച്ചു ഹർഷൻ. എൻ്റെ വീടിനടുത്തുള്ളതാ. പക്ഷേ അവർ ഇവിടെയൊന്നും വരില്ല. അവർക്ക് അറിയാവുന്നതല്ലേ എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങൾ. എനിക്ക് ദോഷമായി വരുന്നതൊന്നും അവർ ചെയ്യില്ല. അതുമല്ല, അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ. 1 വർഷത്തേക്ക് തലയനക്കാൻ പാടില്ല. അച്ചൂട്ടന് ആള് മാറിപ്പോയതായിരിക്കും. എന്തോ ദേഷ്യപ്പെടാതെ തന്നെ കേൾക്കുന്നവനെ കാണുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. അറിയാതെ അവളുടെ മനസ്സിലുള്ളത് അവൾ പറയുന്നുമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം അഭി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ഒരു വേള ഹർഷനും അവളുടെ സംസാരം കേൾക്കുകയായിരുന്നു. ചിലപ്പോൾ ആദ്യമായിട്ടാ അവൻ അവളുടെ സംസാരം ഇത്ര വ്യക്തമായി കേൾക്കുന്നത്. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറയും മുമ്പേ അവളുടെ വായടപ്പിക്കലാണ് താൻ ചെയ്യാറുള്ളതെന്ന് ഹർഷൻ ഓർത്തു. ഒരു കുഞ്ഞുകുട്ടി സംസാരിക്കുന്നത് പോലെയാണ് അവളുടെ സംസാരം. എന്തായാലും വന്നത് നിന്റെ അമ്മയും മാമയും തന്നെ. എന്തോ പ്രോപ്പർട്ടി സൈൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നീ അവരെ വിളിച്ചു നോക്കൂ. ഒരു വേള അവളുടെ മനസ്സറിയാനായി ഹർഷൻ മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് അഭിയെ ചൂഴ്ന്നു നോക്കി. ഈ 7 മാസമായി ഞാൻ വിളിച്ചില്ലല്ലോ. ഇനിയും വേണ്ട. ചിലപ്പോൾ അവരുടെ ശബ്ദം കേട്ടാൽ എനിക്ക് വേണ്ട. ഇനി ഒരു 5 മാസം. അത് കഴിഞ്ഞാൽ എനിക്ക് നേരിൽ കാണാമല്ലോ എൻ്റെ അമ്മയെ. പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രോപ്പർട്ടി, 5 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത എൻ്റെ അമ്മ എന്ത് പ്രോപ്പർട്ടി വാങ്ങിക്കാനാണ്? എൻ്റെ പേരിൽ മാസാമാസം നിങ്ങൾ എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ അമ്മയുടെ കയ്യിലുണ്ടാകൂ. വാടകയും കൊടുത്തു മരുന്നും വാങ്ങിച്ചാൽ പിന്നെ അതിലെന്തുണ്ടാകാനാ? അത്രയും പറഞ്ഞു നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ ഹർഷന്റെ മുന്നിൽ നിന്ന് മുറിവിട്ട് പുറത്തേക്ക് പോയി. ഇനിയും അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തോ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മനസ്സ് വേദനിക്കുന്നു. ഒരു നോക്ക് കാണുവാൻ കൊതി തോന്നുന്നു. അവനോട് ഇനിയും സംസാരിച്ചാൽ ചിലപ്പോൾ തൻ്റെ കണ്ണുകൾ തന്നെ ചതിച്ചേക്കാം. ഇനി അഭി കരയില്ലെന്ന് ഉറപ്പിച്ചതാ. പക്ഷേ മനസ്സതിനെ അനുവദിക്കേണ്ടേ? അവൾ റൂം വിട്ടു പോയതും അവൾ പറഞ്ഞതിലുള്ള അർത്ഥമൊന്നും ഹർഷന് മനസ്സിലായില്ല. താൻ അറിഞ്ഞവളല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചത് എന്നവൻ ഓർത്തു. എന്തൊക്കെയോ എവിടെയൊക്കെയോ തെറ്റിയിരിക്കുന്നു. ചിലപ്പോൾ തൻ്റെ തോന്നലാവാം. പക്ഷേ ഇപ്പോൾ തന്നോട് സംസാരിച്ചവളുടെ മനസ്സല്ലേ പുറത്തേക്ക് വന്നത്. അവളുടെ പേരിൽ അയക്കുന്ന തുകയുടെ ഡീറ്റെയിൽസ് പോലും അറിയില്ലേ? എന്തൊക്കെയോ സംശയങ്ങൾ ഹർഷനിലേക്ക് കടന്നുകൂടി. അതിന് വ്യക്തത വരുത്തണമെന്നും അവൻ തീരുമാനിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഹർഷൻ താഴെ വരുമ്പോൾ കണ്ടു ഒരുങ്ങി നിൽക്കുന്ന അനുവിനെ. ഹർഷനെ കണ്ടതും അഭിയുടെ അടുത്ത് നിന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു അനു. പോകാം ഏട്ടാ, അനു ഉത്സാഹത്തോടെ പറഞ്ഞതും അവനൊന്ന് മൂളി മുന്നോട്ട് നടന്നു. പോകുമ്പോൾ കുറച്ച് അകലെ മാറി നിൽക്കുന്ന അഭിയെ നോക്കാനും ഹർഷൻ മറന്നില്ല. ഏട്ടാ, അഭിയെയും കൂടി കൂട്ടാമായിരുന്നില്ലേ? കാറിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അനു അവനോട് ചോദിച്ചു. അതിന് രൂക്ഷമായ നോട്ടമായിരുന്നു ഹർഷനിൽ നിന്നും അനു നേരിട്ടത്. അവൻ്റെ നോട്ടം കണ്ടതും അവള് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. നന്ദനത്തിന്റെ ഗേറ്റും കടന്ന് റോഡിലേക്ക് കാർ ഇറങ്ങുന്നതുവരെ അകത്തുനിന്നും അവരെ എത്തി നോക്കുന്നുണ്ടായിരുന്നു അഭി. നെഞ്ചിൽ എന്തോ ഭാരം വച്ചതുപോലെയായി പെണ്ണിന്. എത്ര കൊതിക്കുന്നുണ്ട് എന്നോ ഈ വീട് വിട്ട് ഒരിക്കലെങ്കിലും പുറത്തേക്ക് പോകാൻ. അവസാനമായി പുറലോകം കണ്ടത് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴാണ്. ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ ആഗ്രഹിച്ചു പോകുന്നതാണ്. മനസ്സല്ലേ, എപ്പോൾ വേണമെങ്കിലും ആഗ്രഹം പുറത്തു ചാടാം. സന്ധ്യ കഴിഞ്ഞിരുന്നു. അനുവും ഹർഷനും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നന്ദനത്തിലേക്ക് എത്തുവാൻ. ഒരു ലോഡ് കവറുകളുമായി അനുവും ഹർഷനും അകത്തേക്ക് കടന്നു. വന്ന ഉടനെ രണ്ടുപേരും കാണുന്നത് ലിവിംഗ് റൂമിൽ അഭിയും നന്ദിനിയും ഇരിപ്പുള്ളതാണ്. അമ്മേ, കയ്യിലുള്ള പാക്കറ്റ് സെറ്റിയുടെ മുകളിലേക്ക് വെച്ച് അവൻ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നു. പോകുമ്പോൾ മോളെയും കൂട്ടാമായിരുന്നില്ലേ? ഇവിടെ വന്നിട്ട് മോള് അങ്ങനെയൊന്നും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. നിനക്കും ആ ചിന്തയില്ലാതായോ ഹർഷ? മോള് പറഞ്ഞു നിങ്ങൾ വിളിച്ചിരുന്നു, മോൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പോകാത്തതെന്ന്. അഭി വരുന്നില്ലെന്ന് പറഞ്ഞാൽ നീ കൂട്ടിക്കൊണ്ടു പോകേണ്ടതല്ലേ? തൻ്റെ അടുത്ത് ഹർഷൻ ഇരുന്നതും നന്ദിനി പരാതിപ്പെട്ടി തുറക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് നന്ദിനിയുടെ എതിർവശത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന അഭി എഴുന്നേറ്റ് നിന്നിരുന്നു. ഞാനെന്തു ചെയ്യാനാ അമ്മേ?
ഇവളെ ഞാൻ വിളിച്ചതല്ലേ. അവൾ വരാത്തത് എൻ്റെ കുഴപ്പമല്ലല്ലോ. അഭിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് നന്ദിനിക്ക് അവൻ മറുപടി നൽകുന്നത്. അമ്മയുടെ മുന്നിൽ സ്നേഹനിധിയായ ഭാര്യയും ഭർത്താവുമാണല്ലോ അവർ. ആട്ടെ, എന്തൊക്കെ വാങ്ങിച്ചു? ഹർഷൻ പറഞ്ഞതിന് ഒന്നും മൂളിക്കൊണ്ട് തൊട്ടരികിൽ നിൽക്കുന്ന അനുവിനോട് സ്നേഹത്തിൽ നന്ദിനി ചോദിച്ചു. നന്ദിനി ചോദിക്കേണ്ട താമസം. പാക്കറ്റ്സ് ഒക്കെ ഓരോന്ന് പൊളിച്ച് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് അനു ചെയ്തത്. പല വർണ്ണത്തിലുള്ള ഡ്രസ്സുകൾ, അതിനു മേച്ചായ ഫാൻസി ഐറ്റംസ്, ചെരുപ്പുകൾ, പിന്നെ കുറച്ച് പുസ്തകങ്ങളും. പുസ്തകങ്ങൾ കണ്ണിൽപ്പെട്ടതും അഭി മെല്ലെ അതിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു തുറന്നു നോക്കി. അവൾക്കെന്തോ കുറേ നാളുകൾക്ക് ശേഷം അക്ഷരം കണ്ടപ്പോൾ മനസ്സ് അറിയാതെ വേദനിച്ചു. ഇതേസമയം അവളെ നോക്കിക്കാണുകയായിരുന്നു ഹർഷൻ. മറ്റൊന്നിലും അവളുടെ കണ്ണുകൾ ചെന്നെത്തിയിട്ടില്ല. പുസ്തകങ്ങളിൽ മാത്രമായിരുന്നു അവളുടെ നോട്ടമെന്ന് ഹർഷന് മനസ്സിലായി. അനു ഡിഗ്രിക്കല്ലേ ഇനി പോകുന്നത്? നന്ദിനി ചോദിച്ചതും ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നതിനിടയിലും അനുവൊന്നു മൂളി. അഭി എന്താ പഠിച്ചത്? അനുവിനോട് ചോദിച്ച ഉടനെ പുസ്തകം മറിച്ചു നോക്കുന്ന അഭിയോടായി നന്ദിനിയുടെ ചോദ്യം. ആ, ഞാൻ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. തന്നോട് പെട്ടെന്ന് നന്ദിനി ചോദിച്ചതും അവൾ കയ്യിലുള്ള പുസ്തകം അടച്ചുവെച്ച് നന്ദിനിക്കുള്ള മറുപടി നൽകി. അതെന്തേ കുട്ടി കംപ്ലീറ്റ് ആക്കാതിരുന്നേ? ഉടനെ അടുത്ത ചോദ്യം നന്ദിനിയിൽ നിന്ന് വന്നിരുന്നു. അത് പിന്നെ എനിക്ക് എന്ത് പറയണമെന്നറിയാതെ അഭി ആകെ കുഴഞ്ഞു. എന്തു പറയും, എങ്ങനെ പറയും? ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അസുഖം വന്നതും പിന്നീട് കോൺട്രാക്റ്റിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വന്നതെന്നും നന്ദിനിയോട് പറയാൻ കഴിയില്ലല്ലോ. ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴായിരുന്നല്ലോ ഞങ്ങളുടെ കല്യാണം. അതാ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാതിരുന്നത്. പരിങ്ങി നിൽക്കുന്ന അഭിയെ കണ്ടതും ഹർഷൻ നന്ദിനിക്കുള്ള മറുപടി നൽകി. അപ്പോഴും അവന്റെ നോട്ടം മുഴുവൻ അഭിയിലാണ്. ഒരു വേള ഹർഷൻ നന്ദിനിക്കുള്ള മറുപടി നൽകിയതും അഭിയും ഹർഷനെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ കൂട്ടുമുട്ടിയതും അവൾ പെടുന്നനെ നോട്ടം മാറ്റിയിരുന്നു. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഈ കാലത്ത് വിദ്യാഭ്യാസമാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. അനുവിന്റെ കൂടെ അഭിക്കും സീറ്റ് നോക്കാമായിരുന്നില്ലേ? ഹർഷനോടായിരുന്നു നന്ദിനിയുടെ ചോദ്യം. എന്തെന്നാൽ അഭി ഒന്നും ചെയ്യാതെ ഈ വീട്ടിൽ നിൽക്കുന്നത് നന്ദിനിക്ക് വേദനയുളവാക്കുന്നു. ഇത്ര ചെറുപ്രായത്തിലെ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ചോദിച്ചതാ അമ്മേ. അവൾക്ക് അടുത്ത കൊല്ലത്തേക്ക് സീറ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഹർഷൻ അടുത്ത കള്ളത്തരവും നന്ദിനിയുടെ മുന്നിൽ തുറന്നു. അനു, എല്ലാം എടുത്ത് റൂമിൽ കൊണ്ടു വച്ചോളൂ. രാവിലെ പോകേണ്ടതല്ലേ. ഭക്ഷണം കഴിച്ച് വേഗം ഉറങ്ങിക്കോ. നന്ദിനി പറഞ്ഞതും അനു എല്ലാം എടുത്ത് റൂമിലേക്ക് നടന്നു. അഭിമോളെ, എന്നെ ഒന്ന് റൂമിലേക്ക് ആക്കിയേ. നന്ദിനി പറയേണ്ട താമസം അഭി നന്ദിനിയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. മറുവശം ഹർഷനും. രണ്ടുപേരും നന്ദിനിയെ താങ്ങി പിടിച്ച് റൂമിലെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. നിങ്ങൾ പൊയ്ക്കോളൂ. അല്പസമയം എനിക്ക് തനിച്ച് കിടക്കണം. നന്ദിനി പറഞ്ഞതും പിന്നെ രണ്ടുപേരും അവിടെ നിന്നില്ല. നേരെ പുറത്തേക്ക് വന്നു. അഭി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അടുക്കള വശത്തേക്ക് പോയി. പോകുന്ന അഭിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഹർഷൻ മുകളിലേക്ക്.